നമസ്കാരം. എൻസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് മേൽപ്പാലം നിർമ്മാണത്തിന് മുന്നോടിയായി പുതുക്കാട് സെന്ററിലും സർവീസ് റോഡിന്റെ പണികൾ ആരംഭിച്ചു. തൃശൂരിലേക്കുള്ള യാത്രക്കാരുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു. മലയോര മേഖലകളിലെ രൂക്ഷമായ കാട്ടാന ശല്യം. പ്രദേശവാസികളുടെയും കർഷകരുടെയും യോഗം ചേർന്നു. തൃശൂരിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നടത്തി. വാർത്തകൾ വിശദമായി. പുതുക്കാട് മേൽപ്പാലം നിർമ്മാണത്തിന് മുന്നോടിയായി പുതുക്കാട് സെന്ററിലും സർവീസ് റോഡിന്റെ പണികൾ ആരംഭിച്ചു. പുതുക്കാട് സെന്ററിൽ തൃശൂർ പാതയിലാണ് നിർമ്മാണം തുടങ്ങിയത്. മണ്ണുമാന്തി ഉപയോഗിച്ച് മണ്ണ് നീക്കി തുടങ്ങി. തൃശൂരിലേക്കുള്ള യാത്രക്കാരുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അധികൃതർ പൊളിച്ചുമാറ്റി. സമീപത്തെ ദിശാ ബോർഡുകളും മാറ്റി. നിർമ്മാണത്തിനു വേണ്ടി കുഴിച്ചപ്പോൾ വിവിധ കമ്പനികളുടെ ഫൈബർ, ഇന്റർനെറ്റ് കേബിളുകൾ അടക്കം പൊട്ടിയതോടെ ബ്രോഡ്ബാൻഡ് സേവനങ്ങളിൽ പ്രതിസന്ധി നേരിട്ടു. പുതുക്കാട് KSRTC സ്റ്റാൻഡിന്റെ വടക്കുവശം മുതൽ കുറുമാലി ക്ഷേത്രം വരെ 1.450 കിലോമീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം KK രാമചന്ദ്രൻ MLA അറിയിച്ചിരുന്നു. 8 സ്പാനുകളിലായി 5.5 മീറ്റർ ഉയരത്തിലായിരിക്കും മേൽപ്പാലത്തിന്റെ മധ്യഭാഗത്തെ നിർമ്മാണം. ഗതാഗത കുരുക്കും വാഹന അപകടങ്ങളും പതിവായ പുതുക്കാട് മേൽപ്പാലം വേണമെന്നത് 1.5 പതിറ്റാണ്ടായുള്ള ആവശ്യമാണ്. പാലപ്പിള്ളി തോട്ടം മലയോര മേഖലകളിൽ രൂക്ഷമായ കാട്ടാന ശല്യത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശവാസികളുടെയും കർഷകരുടെയും യോഗം ചേർന്നു. മലയോര കർഷക സമിതി പ്രസിഡന്റ് EA ഓമന അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ അന്തോണി പൊന്നാരി, സുഹറ മജീദ്, സതി രവി, തോട്ടം തൊഴിലാളിയായ മജീദ് മാടക്കൽ എന്നിവർ പ്രസംഗിച്ചു. മലയോര സമിതി ഭാരവാഹികളായ EM ഫൈസൽ, VT വിൽസൺ, തങ്കച്ചൻ പല്ലാട്ട്, സാജൻ കൊട്ടുകാപ്പിള്ളി, വിനോദ് വേപ്പൂർ, സിബി പുത്തൂർ എന്നിവർ നേതൃത്വം നൽകി. മലയോര മേഖലയിലെ താമസക്കാരും തോട്ടം തൊഴിലാളികളും യോഗത്തിൽ പങ്കെടുത്തു. കാട്ടാന ശല്യം നിയന്ത്രിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. പാലപ്പിള്ളി റേഞ്ചിലെ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ അതിരപ്പിള്ളിയിലേക്ക് മാറ്റാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്നും മേഖലയിലെ പട്രോളിംഗ് ശക്തമാക്കണമെന്നും ആനകൾ പതിവായി കടന്നുവരുന്ന സ്ഥലങ്ങളിൽ RRT സംഘത്തെ സ്ഥിരമായി വിന്യസിക്കുക, ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുക, സോളാർ വേലികൾ പ്രവർത്തനക്ഷമമാക്കുക, തോട്ടം മലയോര മേഖലകളിൽ ട്രഞ്ച് നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗം മുന്നോട്ട് വച്ചു. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ട് വനം മന്ത്രിക്ക് നിവേദനം നൽകാനും യോഗം തീരുമാനിച്ചു. തൃശൂരിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. ഒഡീഷ സ്വദേശികളായ നിരാകർ നാഗ്, ശാന്താഗുലി എന്നിവരെ തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. തൃശൂരിൽ വിൽപ്പനയ്ക്കായാണ് ഇരുവരും കഞ്ചാവ് എത്തിച്ചതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നടത്തി. പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ KR ആനന്ദൻ ഉദ്ഘാടനം ചെയ്തു. മാനേജർ TS മുരളി അധ്യക്ഷത വഹിച്ചു. സമിതി പ്രസിഡന്റ് ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് ബാബു എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ലേഖ N മേനോൻ, പ്രധാനാധ്യാപിക ഡെമ്മി ജോൺ, പഞ്ചായത്ത് അംഗം ലതാ കൃഷ്ണൻ, സുമി, സ്റ്റാഫ് സെക്രട്ടറിമാരായ PR മോഹിനി, KS സിമിത എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് വെള്ളിയാഴ്ചയും സ്വർണ്ണവിലയിൽ വർധനവ്. 1 ഗ്രാം സ്വർണത്തിന് 35 രൂപ കൂടി 13,275 രൂപയായി. 1 പവൻ സ്വർണത്തിന് 280 രൂപ കൂടി 1,06,200 രൂപയുമായി. പശ്ചിമേഷ്യൻ സംഘർഷം സ്വർണ്ണ വിപണിയെയും സാരമായി ബാധിക്കുന്നുണ്ട്. വലിയ രീതിയിൽ കൂടിയിരുന്ന സ്വർണ്ണവില ഈ മാസത്തിന്റെ തുടക്കത്തോടെ അല്പം താഴ്ന്നു നിൽക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി സ്വർണ്ണവില വീണ്ടും കൂടുന്ന കാഴ്ചയാണ് കാണുന്നത്. വെള്ളിവിലയും തിരിച്ചു കയറുകയാണ്. ഗ്രാമിന് ഇന്ന് 5 രൂപ കൂടി 240 രൂപയായി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ സ്കൂൾ തല പാർലമെന്റ് ഇലക്ഷനും വിജയികളുടെ സ്ഥാനാരോഹണവും നടത്തി.
സ്റ്റേറ്റ് എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ തൃശൂർ ജോയിന്റ് ഡയറക്ടർ എച്ച് കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി KS സുഗേഷ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി പാർലമെന്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മാനേജർ C രാഗേഷ്, ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി മോഹനൻ വടക്കേടത്ത്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, സെക്രട്ടറി രജത് നാരായണൻ, സുമ R മേനോൻ, ക്ഷേമസമിതി പ്രസിഡന്റ് ഷാജു കളരിക്കൽ, മാതൃസമിതി പ്രസിഡന്റ് സുബിത എന്നിവർ പ്രസംഗിച്ചു. വിദ്യാലയത്തിൽ രൂപീകരിച്ച 4 ഹൗസുകളുടെയും കമ്മിറ്റികൾ ചുമതലയേറ്റു. അക്ഷയ് S വാര്യരെ സ്കൂൾ ഹെഡ് ബോയായും അഞ്ജന വിനോദിനെ ഹെഡ് ഗേളായും തിരഞ്ഞെടുത്തു. Do solemnly pledge that I will discharge my duties Your trust and confidence have made this achievement possible. Thank you for your trust, support and encouragement. പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6-ന് ചാലക്കുടി സ്കൈ ഇന്റർനാഷണൽ ഹോട്ടലിൽ നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്റർനാഷണൽ ഡയറക്ടർ VP നന്ദകുമാർ, മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ സുഷമ നന്ദകുമാർ, ഇമ്മീഡിയറ്റ് പാസ്റ്റ് മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി ജെയിംസ് വളപ്പില തുടങ്ങിയവർ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ക്ലബ് ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം, പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷൻ സെറിമണി, വിവിധ സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനം എന്നിവ ചടങ്ങിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ടോക്സി ബോസ് തച്ചിൽ, സെക്രട്ടറി ജോസ് ചിറ്റ്ലപ്പള്ളി, സോഫി അബ്രഹാം പാലാട്ടി എന്നിവർ പങ്കെടുത്തു. സ്റ്റോൺ ലേയിങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ലയൺ VP നന്ദകുമാർ സാറാണ്. സാറ് ലയൺസ് ക്ലബിന്റെ ഇന്റർനാഷണൽ ഡയറക്ടർ 2019-21 അതുപോലെ തന്നെ ഇൻഡക്ഷൻ സെറിമണി നടത്തുക, ഇൻസ്റ്റലേഷൻ സെറിമണി നടത്തുക ലയൺ സുഷമ നന്ദകുമാറാണ്. മാഡം മൾട്ടിപ്പിൾ ചെയർപേഴ്സൺ ആയിരുന്നു. 2023-24 കാലഘട്ടത്തിലെ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ ആയിരുന്നു. തൃശൂരിൽ ശക്തമായ മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പുതിയ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ ഗ്രീൻ അലർട്ട് യെല്ലോ അലർട്ടാക്കി മാറ്റി. നേരിയ ഇടത്തരം മഴയാണ് ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. എന്നാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചതോടെ ശക്തമായ മഴ സാധ്യതയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഷാപ്പിൽ നിന്ന് കള്ളുകുടിച്ചതിന്റെ പണം ചോദിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ ഷാപ്പ് മാനേജരെ മർദ്ദിക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. പെരിങ്ങോട്ടുകര തൈവളപ്പിൽ വീട്ടിൽ ഗോകുൽ കൃഷ്ണ, നാട്ടിക സ്വദേശി പുളിക്കൽ വീട്ടിൽ മുഹമ്മദ് മിസ്ബാൻ എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗോകുൽ കൃഷ്ണ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡിയാണ്. സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ: കഴിഞ്ഞ ജൂലൈ 8-ാം തീയതി രാത്രി 7:50 നാട്ടികയിലുള്ള കള്ള് ഷാപ്പിലായിരുന്നു സംഭവം. വടാനപ്പള്ളി സ്വദേശിയായ കൊണ്ടറപ്പശ്ശേരി വീട്ടിൽ രാജേഷ് മാനേജറായി ജോലി ചെയ്യുന്ന ഷാപ്പിൽ പ്രതികൾ 2 പേരും ചേർന്ന് കള്ളും കറിയും വാങ്ങി കഴിച്ചിരുന്നു. തുടർന്ന് മിസ്ബാനെ ഷാപ്പിലിരുത്തി മറ്റുള്ളവർ പുറത്തുപോയി. ഷാപ്പടയ്ക്കാൻ സമയമായിട്ടും പണം നൽകാതിരുന്നതിനെ തുടർന്ന് മാനേജർ രാജേഷ് പണം ചോദിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. പണം ചോദിച്ചതിൽ പ്രകോപിതനായ മിസ്ബാൻ സുഹൃത്തായ ഗോകുൽ കൃഷ്ണയെ ഫോൺ വിളിച്ചു വരുത്തുകയായിരുന്നു. ഷാപ്പിലെത്തിയ ഗോകുൽ കൃഷ്ണയും മിസ്ബാനും ഷാപ്പിലുണ്ടായിരുന്ന കള്ളുകുപ്പികളും ഗ്ലാസുകളും തല്ലിപ്പൊട്ടിച്ച് നാശനഷ്ടം വരുത്തി. ഇത് തടയാൻ ശ്രമിച്ച മറ്റൊരു മാനേജറായ ശ്രീജിത്തിനെ തള്ളിമാറ്റിയ ശേഷം പ്രതികൾ രാജേഷിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മർദ്ദിക്കുകയായിരുന്നു. ഗോകുൽ കൃഷ്ണ അന്തിക്കാട്, വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലായി 2 വധശ്രമ കേസ് അടക്കം 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. മിസ്ബാൻ വലപ്പാട്, തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി 2 കേസുകളിലെ പ്രതിയാണ്. കേന്ദ്ര നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തൃശൂർ ജൻശിക്ഷൻ സംസ്ഥാൻ സംഘടിപ്പിക്കുന്ന സൗജന്യ യോഗ സർട്ടിഫിക്കറ്റ് കോഴ്സിന് തുടക്കമായി. ഫാദർ തോമസ് താന്നിക്കാംകുഴിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. തപസ്യ റിട്രീറ്റ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ ജോൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ശ്രീജ പ്രബീഷ് മുഖ്യാതിഥിയായി. കൗൺസിലർ ലാലി, തൃശൂർ ജൻശിക്ഷൻ സംസ്ഥാൻ കോർഡിനേറ്റർ സഖി,
യോഗ പരിശീലക അർച്ചന, തപസ്യ റിട്രീറ്റ് സെന്റർ സ്റ്റാഫ് നഴ്സ് ദിവ്യ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ യോഗ വിദ്യാർത്ഥികൾക്ക് യോഗ മാറ്റും നോട്ട്ബുക്കുകളും വിതരണം ചെയ്തു. ആമ്പല്ലൂർ കുണ്ടുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ജൂലൈ 14 നടക്കും. രാവിലെ വിശേഷ പൂജകൾ, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, പൂമൂടൽ, ചതുശത നിവേദ്യം, സർവൈശ്വര്യ പൂജ, പ്രസാദ ഊട്ട്, വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം എഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ നടക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. വൃക്ക രോഗികളുടെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചു വരികയാണ്. വൃക്കകളുടെ പ്രവർത്തനം കുറയാൻ തുടങ്ങുമ്പോൾ തന്നെ അത് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാറില്ല. കാരണം തുടക്കത്തിൽ ലക്ഷണങ്ങൾ വളരെ ചെറുതോ മറ്റാരോഗ്യ പ്രശ്നങ്ങളോട് സാമ്യമുള്ളതോ ആയിരിക്കും. അതുകൊണ്ട് ഈ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. റിപ്പോർട്ട് കാണാം. വൃക്കകളുടെ തകരാർ മൂലം രക്തത്തിലെ ധാതുക്കളുടെയും പോഷണങ്ങളുടെയും സന്തുലനം താളം തെറ്റുകയും വരണ്ട ചർമ്മത്തിനും ചൊറിച്ചിലിനും കാരണമാവുകയും ചെയ്യും. വൃക്ക, കരൾ, ഹൃദയം എന്നിവ തകരാറിലാകുന്നതിന്റെ സൂചനയാണ് കാലുകളിലും കാൽവണ്ണയിലുമൊക്കെ നീരുവയ്ക്കുന്നത്. വൃക്കകളുടെ പ്രശ്നം കാരണം ശരീരത്തിൽ ലവണങ്ങളും മറ്റു മാലിന്യങ്ങളും കെട്ടിക്കിടക്കുന്നതാണ് കാലുകളിലെ നീരിന് കാരണമാകുന്നത്. ഭക്ഷണം കഴിച്ച് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും വിശപ്പ് തോന്നുന്നില്ലെങ്കിൽ അത് അവഗണിക്കേണ്ട കാര്യമല്ല. ശരീരത്തിൽ വിഷാംശം അടിഞ്ഞുകൂടുന്നതാണ് വിശപ്പില്ലായ്മയുടെ കാരണം. വൃക്കകൾ തകരാറിലാകുന്നതാണ് ഇതിന് കാരണം. അടിക്കടി മൂത്രമൊഴിക്കാൻ തോന്നുന്നത് വൃക്കരോഗ ലക്ഷണമാണ്. രാത്രിയിലായിരിക്കും ഈ പ്രവണത കൂടുതൽ അനുഭവപ്പെടുക. വൃക്കകളിലെ അരിപ്പകൾക്കുണ്ടാകുന്ന നാശമാണ് ഇതിന് കാരണം. മൂത്രനാളിയിലെ അണുബാധ, പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം തുടങ്ങിയ പ്രശ്നങ്ങളും അടിക്കടി മൂത്രമൊഴിക്കാൻ മുട്ടുന്നതിന് കാരണമാകാറുണ്ട്. വൃക്കകൾ ശരിയായി പ്രവർത്തിക്കാതാകുമ്പോൾ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീൻ ശരീരം ആഗിരണം ചെയ്യുന്നതിനു പകരം മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയോ കണ്ണുകൾക്ക് ചുറ്റും കെട്ടിക്കിടക്കുകയോ ചെയ്യാം. അതുകൊണ്ട് തന്നെ മൂത്രത്തിൽ പ്രോട്ടീൻ സാന്നിധ്യം ഉണ്ടാകുന്നതും കണ്ണുകൾക്ക് ചുറ്റുമുള്ള തടിപ്പും വൃക്കരോഗ ലക്ഷണമാണ്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ ലെക്ചറർ ഇലക്ട്രിക്കൽ തസ്തികയിലെ ഒഴിവിലേക്ക് സ്ഥിര നിയമനം നടത്തുന്നു. പ്രായം, യോഗ്യത, ശമ്പള സ്കെയിൽ എന്നിവ കേരള സർക്കാർ മാനദണ്ഡങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായിരിക്കും. അപേക്ഷാ ഫോം ഓഫീസിൽ നിന്ന് 1000 രൂപയ്ക്ക് ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ജൂലൈ 22 ഉച്ചതിരിഞ്ഞ് 3 മണിവരെ പോളിടെക്നിക് കോളേജ് ഓഫീസിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0480251346. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,275 രൂപ, പവന് 1,06,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് മേൽപ്പാലം നിർമ്മാണത്തിന് മുന്നോടിയായി പുതുക്കാട് സെന്ററിലും സർവീസ് റോഡിന്റെ പണികൾ ആരംഭിച്ചു. തൃശൂരിലേക്കുള്ള യാത്രക്കാരുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു. മലയോര മേഖലകളിലെ രൂക്ഷമായ കാട്ടാന ശല്യം, പ്രദേശവാസികളുടെയും കർഷകരുടെയും യോഗം ചേർന്നു. തൃശൂരിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട, 12 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നടത്തി. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.